ഇതാണ് അവളുടെ ഭർത്താവിന്റെ വീട്. ആടി വെൽക്കം വെൽക്കം. എന്റെ കുഞ്ഞു വീട് കണ്ടുപിടിക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടിയോ? വാ, നിങ്ങൾക്ക് ഇരിക്കാനായിട്ട് ദേ ഇത്രയും ചെറിയ സ്പേസ് ഒക്കെ ഉള്ളൂ കേട്ടോ. അതിനകത്ത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ നോക്കേ. വാ ഇരിക്കി. വീട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. വാ, ഇത് ഹസ്ബൻഡിന്റെ പൂജാമുറിയാണ്. ഇനി എന്റെ കാണിച്ചു തരാം. ഇത് എന്റെ, ഇത് ഞങ്ങളുടെ ബെഡ്റൂം. സെൻട്രലൈസ്ഡ് AC ആണ്. ബാത്റൂമിൽ ഒരു AC ഉണ്ട്. ഞാൻ രാവിലെ പത്രം വായിക്കുന്നത് ഇവിടെ ഇരുന്നാ ഇവിടെ നല്ല വെളിച്ചമൊക്കെ വരുവേ. 3 ഡോറുള്ള ഫ്രിഡ്ജിൽ നിർത്ത വെള്ള നല്ല തണുപ്പാട്ടോ. ദേ സൂക്ഷിച്ച് പിടിക്കണം, ഈജിപ്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഗ്ലാസ് ആണേ. ഇവിടെ ആകെ 3 അടുക്കള ഉള്ളൂടാ. ഇത് അടുക്കള നമ്പർ 1, ഇത് നമ്പർ 2, അടുക്കളയിലെ നമ്പർ 2. ഇത് അടുക്കള നമ്പർ 3. വേലക്കാരികളൊക്കെ ഞങ്ങൾ ഈ അടുക്കളയിലേക്ക് ഇട്ടാറുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റോണിന് നല്ല പ്രത്യേകതയുണ്ട്. ഈജിപ്തിലെ മമ്മിയുടെ അവിടെ നിന്ന് കൊണ്ടുപോവാ. പിന്നില്ലേ വേറൊരു സാധനം കാണിച്ചു തരാം. അത് നോക്കിയേ, ഫ്രാൻസിന്ന് ചേട്ടന്റെ കൂട്ടുകാരൻ ഗിഫ്റ്റ് തന്നതാ. 10 ലക്ഷം രൂപയാണ്. എനിക്ക് കുളിരും അത് പറയുമ്പോ. സൂക്ഷിച്ച് കയറണേ, ഈ തടിയൊക്കെ കസാക്കിസ്ഥാനിന്ന് കൊണ്ടുവന്നതാ. ഇതാണ് ഞാൻ ഡ്രസ് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്ന റൂം. ഈ റൂമിന്റെ ഞാൻ പറയണില്ല കേട്ടാ, ഇതൊരു സീക്രട്ട് റൂമാണ്. ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ റൂം എന്നും പറയും. ഇവിടുത്തെ സ്ക്രീൻ അമേരിക്കന്ന് ഓർഡർ ചെയ്തേക്കാ, ഇതുവരെ എത്തിയിട്ടില്ലെന്ന് നേരിച്ചു. പണ്ടേ ഞാനൊരു പഠിക്കാൻ പഠിക്കാന്ന് അറിയാലോ. അപ്പൊ ഞാൻ പഠിച്ച ബുക്കുകളെല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്നൊരു ചിരിത്തേക്കാണ്. പിന്നെ ഇതൊരു ചെറിയൊരു ബാൽക്കണിയാ. ഇവിടെ ഇരുന്ന് ആ ടൗൺ വരെയൊക്കെ ഒന്ന് കാണാം, അത്രേ ഉള്ളൂ. ആകെ 4 ബാത്റൂമും 4 ബെഡ്റൂമും പിന്നെ കുഞ്ഞടുക്കളകളൊക്കെ ഉള്ള ചെറിയ വീടാണ്. 3000 സ്ക്വയർ ഫീറ്റ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ആരെയും ഈ വീട്ടിലോട്ട് ക്ഷണിക്കാത്തത്.